അതിന് ആദ്യം നമ്മൾ ഒരു കോഴിയുടെ പുറത്തേക്ക് മാരിനേറ്റ് ഇടാൻ പാടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു സാധനം എടുത്തു, അതിന്റെ പുറത്തേക്ക് കുറെ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ആ ഉപ്പ് പോയി നേരെ നിന്ന് ഉപ്പ് കൂടുക ഭാഗത്ത്. അപ്പൊ നിങ്ങൾ ആദ്യം മാരിനേഷൻ, വാക്യൂം ടംബ്ലർ എന്നാണ് അതുപോലെ മാരിനേഷൻ ചെയ്യുന്ന ഒരു മെഷീനാണ്, മാനുവലി നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആദ്യം മാരിനേഷൻ ചെയ്യുമ്പോൾ ഒരു ബൗൾ എടുക്കുന്നു, ചിൽഡ് വാട്ടർ. നമ്മളെല്ലായിടത്തും പറയുന്നത് ഈ കണ്ടാമിനേഷൻ പ്രോബ്ലം ഇല്ലാതിരിക്കാൻ വേണ്ടി നമ്മൾ തണുത്ത വെള്ളം ഉപയോഗിക്കാൻ പാടുള്ളൂ, ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ആയിരിക്കും. അപ്പൊ നിങ്ങൾ അതിനകത്തേക്ക് മാരിനേഷൻ ഒരു 1/2 kg എടുത്തതിന് ശേഷം ഒരു 1 ലിറ്ററോളം വെള്ളം എടുക്കുക, കുറച്ച് ഐസ് ക്യൂബ് ഉപയോഗിക്കുക. എന്നിട്ട് നന്നായി അതിനെ ഹാൻഡ് ബീറ്റർ വെച്ച് നിങ്ങൾക്ക് അതിനെ ബ്ലെൻഡ് ചെയ്യാം. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു മുളക് പൊടിയൊക്കെ ഇടുമ്പോൾ അതിനകത്ത് കട്ട പിടിച്ചിട്ടുണ്ടാവും, ഈ ഡൂബോൾ പോലെയൊക്കെ വരും. അപ്പൊ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നന്നായി അതിനൊരു കുഴമ്പ് രൂപത്തിലാക്കുക. കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾ ഈ ചിക്കൻ എല്ലാം കഴുകി വൃത്തിയാക്കി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ചിക്കന്റെ പുറത്തേക്ക് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് അതിനെ മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ ചിക്കനെ ഒരു കണ്ടെയ്നർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫുഡ് ഗ്രേഡ് ഉള്ള ഒരു കവർ, അതിനകത്തേക്ക് നിങ്ങൾ ഒരു 4 ഹെഡ്, ഞാൻ പറഞ്ഞില്ലേ ഒരു ചിക്കൻ ഒരു ഹെഡ് എന്നാണ് പറയുക, അപ്പൊ 4 ചിക്കൻ വീതം നിങ്ങൾ പാക്ക് ചെയ്യുക. പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇതിനെ ചില്ലറിൽ സൂക്ഷിക്കുക.